എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നലെ മണവാളനായ സൂര്യൻ എന്ന് നമ്മൾ കണ്ടു. എനിക്കതിൻ്റെ ആ കുളിർമ എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഉദയസൂര്യൻ കടലിൽ നിന്ന് പൊങ്ങി വരുന്നത് പോലെ, മേഘങ്ങൾക്കിടയിൽ നിന്ന് സുന്ദരക്കുട്ടപ്പനായിട്ട് വരുന്ന പോലെ യേശുക്രിസ്തു തൻ്റെ സഭയെ ചേർക്കാനായി വരുന്നു എന്ന സുന്ദര സ്വപ്നം എൻ്റെ മനസ്സിനെ വികാരഭരിതമാക്കുന്നു. അപ്പോൾ വിവാഹത്തിന് മുമ്പൊരു ചടങ്ങില്ലേ? വിവാഹ നിശ്ചയം, എൻഗേജ്മെന്റ്. അതാണ് ഇന്ന് വായിക്കാൻ പോണത്. 2 കൊരിന്ത്യർ 11 അധ്യായം 2 വാക്യം. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് സഭയാകുന്ന നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. മണവാളനായ ക്രിസ്തു ഉദയസൂര്യനായ പോലെ നീതിസൂര്യനായി വരുമ്പോൾ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട എൻഗേജ്ഡായ ഒരു ഗ്രൂപ്പ് ഈ ഭൂമിയിലുണ്ട്. അത് കത്തോലിക്കരാണോ, യാക്കോബായക്കാരാണോ, മർത്തോമാക്കാരാണോ എന്ന് എന്നോട് ചോദിച്ചാൽ, ഈ പേരുകളെല്ലാം ഒരു സൊസൈറ്റിയുടെ പേരാണ്, ഒരു ട്രസ്റ്റിൻ്റെ പേരാണ്, ഒരു സംഘടനയുടെ പേരാണ്. ദൈവസഭ ഈ ഭൂമിയിൽ ഈ സംഘടനകൾക്കകത്തുണ്ട്. സൗദി അറേബ്യ, ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ ഒരു സംഘടനയും ഇല്ലാതെ സഭ വളരുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ വായിക്കണം. ഈ ബൈബിൾ ലഭിക്കുന്നതിന് മുൻപ് സഭ ഇവിടെ ഉണ്ടായിരുന്നു ഈ കേരളത്തിൽ. അപ്പോസ്തലന്മാർ കൊടുത്ത വചനങ്ങളാൽ ക്രിസ്തുവിനെ സ്നേഹിച്ച് ആരാധിച്ചിരുന്ന കൂട്ടർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഈ ഏതൻസ് കൊരിന്ത് സ്ഥലത്ത് ശരിയായ ദൈവ വെളിച്ചമില്ലാതെ മൂഢമായ മതഭ്രാന്ത് പിടിച്ച വൃത്തികെട്ട ലൈഫ് സ്റ്റൈലിൻ്റെ അകത്തേക്കാണ് ക്രിസ്തുവിനെയും കൊണ്ട് പൗലോസ് ചെല്ലുന്നത്. മിഷണറിയായ പൗലോസ് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പങ്കുവെച്ചപ്പോൾ അവർ ഒരു മണവാളനെ കണ്ടു, സുന്ദര രൂപനെ കണ്ടു. ഹല്ലേലൂയ. സുന്ദര രൂപനെ നാം ഈ മേഘമതിൽ വേഗം കാണാം, മൽപ്രേമ കാന്തനെ കാണാം. ഹല്ലേലൂയ. പൗലോസ് അവർക്ക് കൊടുത്തത് ഒരു മണവാളനെയാണ്. ലോകം കണ്ടതിലേറ്റവും സുന്ദരനായ മണവാളൻ, 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ. അവനെയാണ് ഏതൻസിൽ പൗലോസ് കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്തത്. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. എന്താ ഞാൻ പറയാൻ വന്നത്? പ്രേമം എന്നിൽ വർദ്ധിക്കുന്നേ, പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി ജീവിച്ചിടുന്നു. ആത്മീയത്തിലെ പ്രേമം നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ. ഞാനും
എൻ്റെ സഹോദരങ്ങളും സഹോദരിമാരും ഈ ഭ്രാന്ത് പിടിച്ചവരാണ്. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജടിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകയില്ല. അതൊന്നും എനിക്ക് വേണ്ട. എനിക്കെൻ്റെ മണവാളനെ കണ്ടാ മതി. സ്തോത്രം, സ്തോത്രം. ഒന്ന് കണ്ണുകളടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മണവാളനെ, ഞങ്ങളുടെ കർത്താവേ, നിന്നെ കാണുവാനുള്ള വാഞ്ച ഞങ്ങളുടെ ഹൃദയത്തെ പിന്നെയും നിയന്ത്രിക്കട്ടെ. ആ സ്നേഹത്താൽ നിറഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് പോകട്ടെ. ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഈ പ്രഭാത വചനം കേൾക്കുന്നവരെല്ലാം കർത്താവ് എന്ന മണവാളരുമായൊരു ഹൃദയബന്ധമുണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.